കാണുന്നില്ലല്ലോ. നീ എന്താണ് കരയുന്നേ? എന്റെ ഒരു ബുക്ക് കാണാനില്ല. ചേച്ചി കണ്ടിനിയോ? അത് നിന്റെ ബുക്കായിരുന്നു. എവിടെ ചേച്ചി കണ്ടോ? നീ കണ്ടില്ല, ഇപ്പൊ അങ്ങോട്ട് നടന്നു പോയി. ഓ വലിയ തമാശ. ഞാൻ കാര്യം പറഞ്ഞ തുമ്പി എവിടെ എവിടെ ചേച്ചി പോകുന്നത് കണ്ടു. എന്നാ ചേച്ചി കളിക്കല്ലേ, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുക. ഞാനൊന്നും കണ്ടില്ല നിന്റെ ബുക്ക്. എന്നിട്ട് നേരത്തെ പറഞ്ഞോടേ ചേച്ചിക്ക്. ഓ ചേച്ചിയോട് തർക്കിച്ചിന്റെ ടൈമും പോയി. മര്യാദക്ക് ഞാൻ തെരഞ്ഞോണ്ടിരുന്ന മാറിക്കങ്ങോട്ട്. ഞാൻ എന്തിനാണ് മാറിക്കുന്നേ? എനിക്ക് അവിടെയൊക്കെ നോക്കണം. ആ എന്റെ അടുത്തൊന്നുമില്ല. പിന്നെന്തിനാ ചേച്ചി അവിടെ തന്നെ നിൽക്കുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെ ഇല്ലാന്ന്. ചേച്ചി എനിക്ക് ടൈമില്ലട്ടോ, മാറിക്കോടുന്ന്. നാ നോക്കിയോട്. ഇവിടെ ഇല്ലല്ലോ. ഇതന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞേ. പിന്നെ എന്റെ ബുക്ക് എവിടെ പോയി? 5 minutes later. ചോറ് മുഴുവനും കഴിക്കേണ്ടിട്ടോ. ശരി അമ്മേ. ഏട്ടാ നീ ബാക്കിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരേ. ഞാൻ ഫുള്ള് കഴിക്കാമേ. ഫുള്ള് കഴിക്കുന്ന ഒരാള്. അതമ്മ ചിക്കൻ തരായിട്ടല്ലേ? ആ എന്നും എനിക്ക് ഞാൻ ചിക്കൻ ഉണ്ടാക്കി തരാം. പച്ചക്കറികളൊക്കെ കഴിക്കണം, എന്നാലേ വൈറ്റമിൻസ് ഒക്കെ കിട്ടൂ. എവിടെ ചേച്ചിയൊക്കെ എവിടെ? അവരെടുക്കാൻ കഴിഞ്ഞില്ല. അവരെന്താ ഫാഷൻ ഷോക്ക് പോവാ? തുമ്പി പാറു. ഓ എത്ര വിളിച്ചാലും വിളിയേക്കൂല രണ്ടു. വിളിച്ച് മനുഷ്യനോട് കൊയങ്ങാന്നല്ലാതെ. ചിരിച്ചിക്കാതെ വേഗം വിളിച്ചോണ്ടേ അവരെ. ആ എനിക്കൊന്നും വയ്യ. പാറു തുമ്പി ബസ് വരാനായി. ഈ ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോയി ബാഗിൽ എടുത്തു വെച്ചാ. ദേ അമ്മ വരുന്നു. അമ്മ നേരില്ല, ബസ് ഇപ്പൊ വരും. ദാ വരുന്നേ. അല്ലടാ നിന്റെ ബോട്ടിലേടെ? അത് ബാഗിലുണ്ടാവും. ബാഗിലൊന്നുമില്ല, ഞാൻ നല്ല ലഞ്ച് ബോക്സ് എടുത്തപ്പോ കണ്ടില്ലല്ലോ. ആ എന്നാ ക്ലാസ്സിലായിരിക്കും. ദാ ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ഇട്ട് വരരുതെന്ന്. എന്നും ഓരോന്ന് മറന്നു വെച്ച് പോരും. നീ അടക്ക്, അമ്മ വേറെ ബോട്ടിലുണ്ടാവട്ടെ. അതെല്ലാം എടുത്ത് വേഗം ബാഗ് കൊണ്ടുവച്ചോളി. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അമ്മ എത്ര ചോറ് മതി? കുറച്ചെണ്ണ ഉള്ളടി. അക്ക കഴിച്ചോണ്ടി ബാക്കിയാക്കി ഇങ്ങോട്ട് വരണ്ടോ. അതേതമ്മ ബോട്ടില്? ഹായ് നല്ല രസമുണ്ട് കാണാന്. ഇതമ്മ കുറെ മുമ്പ് വാങ്ങിച്ച, അതേരെ ഉപയോഗിച്ചിട്ടില്ല. അമ്മ എനിക്കത് മതി. നമ്മുടെ ബ്ലൂ സൂപ്പ് കിട്ടും. നീ വഴക്കുണ്ടാക്കി നിൽക്കാതെ വേഗം നടന്നോടി. ഞാൻ നിന്റെ അമ്മ കൊണ്ടുപോയി വേഗം നടന്നോട്. അല്ല തുമ്പി എവിടെ പോയി? തുമ്പിന്റെ ബുക്ക് കാണുന്നില്ല. എന്നാ അത് ബാഗിൽ വെക്ക്. പോവാൻ നേരത്തെ കാരം ബുക്കും ബാഗൊക്കെ തരയുന്നേ. തുമ്പി നീ ബസ് എപ്പോ വരും? അമ്മ എന്റെ ബുക്ക് കാണുന്നില്ല. കാണൂല, എന്റെ ഒന്നും കാണൂല. ഞാൻ നിന്നോട് പറയണ്ടേ പഠിച്ചു കഴിഞ്ഞ ടൈം ടേബിൾ നോക്കി എടുത്ത് വെച്ചോണ്ടീന്ന്. ഞാൻ ഇന്നലെ ടേബിൾമേ വെച്ചതാ. പിന്നെ ആരെടുക്കാനാ? എനിക്കറിയില്ല. ടേബിൾമേലോ? അതെ. ചുവപ്പ് ചട്ടയുള്ള ബുക്കാ? അതെ. അല്ല അതെങ്ങനെ നിനക്കറിയാ? അയ്മേൽ ചേച്ചിന്റെ പേരൊന്നുമില്ലല്ലോ. അത് പുതിയ ബുക്കാ. എന്റെ മാത്സിന്റെ ബുക്ക് തീർന്നപ്പോ അച്ഛൻ ഇന്നലെ കൊണ്ടുവന്ന. ഈശ്വരാ എന്താടാ ഈ എടുത്തടാ ബുക്ക്? അത് അവിടെ കണ്ടപ്പോ വേഗം പറഞ്ഞേക്കോ. ഞാൻ ചിത്രം വരക്കാൻ എടുത്ത്. എന്റെ ബുക്കിലാണ് ഈ ചിത്രം വരച്ച് കളിക്കുന്നേ. ചേച്ചി അതിന്റെ ബാഗിലുണ്ട്. എത്ര പേജിലാണ് ചിത്രം വരച്ചേ? കൂടുതലൊന്നും വരച്ചില്ല, ഒരു 5 പേജൊക്കെ കാണും. ഞാൻ നിന്നോട് പറയണ്ടേ ചേച്ചിമാരെ ബുക്ക് എടുത്ത് കളിക്കരുതെന്ന്. നിനക്ക് ആവശ്യത്തിന് ഞാൻ ബുക്ക് വാങ്ങി തരല്ലേ. തുമ്പി ഇനി ആ 5 പേജ് പറിച്ചാതിട്ടോ. എനിക്കൊന്നും വേണ്ട, എനിക്ക് പുതിയ ബുക്ക് തന്നെ വേണം. ഇപ്പൊ ഞാൻ എഴുതുന്നുണ്ടാക്കാനാ പുതിയ ബുക്ക്. അച്ഛന്റെ ജോലി കഴിഞ്ഞ് വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഇന്ന് നിനക്ക് എഴുതണ്ടേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്നാ ആ ബുക്ക് അവൻ എടുത്തോട്ടെ, ഞാൻ അച്ഛനോട് പറയട്ടോ. എനിക്ക് പുതിയ ബുക്ക് കിട്ടി. ശരി അമ്മേ. എന്നാ മക്കൾ വേഗം നടന്നോട്, ബസ് ഇപ്പൊ വരും. The next day. ഓ രണ്ടും ഇനിയും എണീറ്റില്ലേ? ഡാ എണീക്ക്. ഡാ ഉണ്ണിക്കുട്ടാ എണീക്ക്. തുമ്പി ഡാ എണീക്കടാ. ഓ എന്താ ചേച്ചി രാവിലെ തന്നെ? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. ഹാപ്പി ബർത്ത്ഡേ. അതാ അത് ഞാൻ മറന്നു. ഇന്നാണല്ലേ എന്റെ ബർത്ത്ഡേ. പിന്നല്ലാതെ വേഗം എണീക്ക്, അമ്പലത്തിൽ പോണ്ടേ. ചേച്ചി എന്താ ചേട്ടാ മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല? സ്കൂളില്ലാത്തത് കുറച്ചു നേരം ഉറങ്ങണമെന്ന് വിചാരിക്കും, അതിന് സമ്മതിക്കില്ല. ചേച്ചി ഇന്നാണ് എന്റെ ബർത്ത്ഡേ. ഇന്നാണല്ലോ സുനാമി ഒക്കെ ഉണ്ടായ ദിവസം. ചേച്ചി നല്ലൊരു ദിവസമായോണ്ട് ഞാനൊന്നും പറയുന്നില്ല. രണ്ടാളുണ്ട് അമ്മ വേഗം വരാൻ പറഞ്ഞേ. സോറിടാ. ഹാപ്പി ബർത്ത്ഡേ മൈ ലിറ്റിൽ ബ്രദർ. ലവ് യു. താങ്ക് യു ചേച്ചി. A few moments later. അമ്മ എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, ഞാൻ കേക്ക് കട്ട് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യ്. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അച്ഛൻ പറഞ്ഞ ഈ കേട്ടില്ലേ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. അവരൊക്കെ എത്തിയിട്ട് കട്ട് ചെയ്താൽ മതി, കേട്ടില്ലേ? ശരി അമ്മേ. ജോസഫ് എവിടെ? കാർ പാർക്ക് ചെയ്യായി, ഞാനിപ്പോ വരും. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിക്കുട്ടാ. താങ്ക് യു. മമ്മി എനിക്ക് താ, ഞാൻ കൊടുക്കാം ഉണ്ണിക്കുട്ടനെ. ഇത് മോക്ക് പിടിക്കാൻ കഴിയില്ല. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ല മമ്മി. മമ്മി കൊടുക്കാ, ഇത് മോക്ക് പിടിക്കാൻ കഴിയൂല. മമ്മിനോട് ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത് ഞാൻ കൊടുക്കാന്ന്. അത് അവളെ കയ്യിൽ കൊടുത്തേക്ക്. എന്റെ അമ്മച്ചിയെ, മമ്മി ഇതൊന്ന് പിടിക്ക്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ആന്റി. അല്ല ഇക്ര എവിടെ? ഇക്ര പോന്നില്ല ആന്റി. അവനിപ്പോ വരും, മമ്മീന്റെ കൂടെ വരാന്ന് പറഞ്ഞ. ഞാൻ എത്തിയടാ. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. റീന മമ്മി ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എന്താ അവിടെ പോയിക്കുന്നേ? ഇക്ര വാടാ. കട്ടയില്ല, ഞാൻ ഇപ്പോ വരാം. അവനെ എവിടെ പോയി? ഹാപ്പി ബർത്ത്ഡേ മൈ ചാങ്ക്. താങ്ക് യു ഡാ. കട്ടയില്ലേ, ഒരാൾ അവിടെ ഉണ്ട്. ആന്റിയോ? ഞങ്ങൾ ആന്റി വന്നേ. ആന്റിനോട് ഇന്നലെ ഞാൻ കുറേ ചോദിച്ചില്ല എന്ന് വരുമോന്ന്. ഇല്ലാന്നല്ല ആന്റി പറഞ്ഞേ. സർപ്രൈസ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു ആന്റി. നീ എപ്പോഴാടി വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? രാവിലെ ഇറങ്ങിയതായിട്ടാ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാരും ഹാപ്പി ആയിരിക്കുന്നു. നീ നിനക്ക് വെള്ളം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട ചേച്ചി, നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ?
ഇവനിത് എവിടെ പോയി? തുമ്പി ചേച്ചി, നമുക്ക് സൈക്കിൾ ഓടിച്ചാലോ? ആ, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ദാ, ഞാനെത്തിയെടാ. വേഗം വാടാ. വാ, നമുക്ക് ചോദിച്ചു നോക്കാം. ദാ ചെക്ക, ഞങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ തന്നാ. എങ്ങനെ? മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂലേ? ഞങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ വേണമെന്ന്. ഞാൻ ചിരിക്കാൻ മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ. ഇക്കാലത്തെ ബെസ്റ്റ് കോമഡി അല്ലേ ചേച്ചി പറഞ്ഞത്? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് സൈക്കിൾ ഓടിക്കാനൊക്കെ അറിയാം. എന്നാ ചേച്ചി ഓടിക്ക്. മാറി നിൽക്കങ്ങോട്ട്. ഓക്കേ. എടാ, ജീവന് കൊതിയുണ്ടെങ്കിൽ സൈഡിലോട്ടൊക്കെ മാറി നിന്നാളാ. ആഹാ, അത്രക്കായോ? എന്നെ കളിയാക്കങ്ങളെ? ഞാൻ അപ്പ കാണിച്ചു തരാം. പോലെ പോലെ, ഞാനൊന്ന് സൈഡിലോട്ട് നിൽക്കട്ടെ. അതെന്തിനാ? എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. പോടാ. തുമ്പി ചേച്ചി, എന്നെ കളിയാക്കിയതല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ നമുക്ക് രണ്ടാക്കും മത്സരിച്ചാലോ? ഞാൻ റെഡി. ഉണ്ണിക്കുട്ടൻ കീ ജയ്. തുമ്പി തുമ്പി, ദാ നിന്റെ സൈക്കിൾ കണ്ടാ? അതിത്ര ചോദിക്കാതിരിക്കണം. എടുത്ത് പോ മച്ചാ. അപ്പൊ തുടങ്ങിയാലോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. തുമ്പി ഓടിക്കടാ. അവരിപ്പോ എത്തും. തുമ്പി വേഗം. ദാ ഒന്ന് വേഗം നോക്കടാ. ഉണ്ണിക്കുട്ടൻ കീ ജയ്. തുമ്പി 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 അല്ലടി, പൂമ്പാറ്റ. തുമ്പി എന്നെ ജയിക്കും. നമുക്ക് കാണാം. ദാ ഒന്ന് വേഗം. തുമ്പി ഉണ്ണിക്കുട്ടനെ വെട്ടിക്ക്. തുമ്പി തുമ്പി, ദാ ഒന്ന് വേഗം വാടാ. നമ്മൾ തന്നെ ജയിക്കുള്ളൂ. ആ, നമുക്ക് കാണാം. തുമ്പി ഒന്ന് വേഗം. ഉണ്ണിക്കുട്ടൻ കീ ജയ്. ഇപ്പൊ എങ്ങനെയുണ്ട്? പാവണ്ടേ, ഞങ്ങൾ തോറ്റേ, ഞങ്ങൾ ജയിച്ചു. വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. ആ, അതേതായാലും നന്നായി. എന്ത് പറ്റി ചേച്ചി, മുഖം വല്ലാതെ ഇരിക്കുന്നു? എന്ത് പറ്റാന്? ഞാൻ വിചാരിച്ചു ചേച്ചി കരയാന്ന്. എന്തിന്? ഓ, ഈ ചെറിയ തോൽവിക്കൊന്നും എന്നെ തളർത്താൻ ആർക്കും പറ്റില്ല. ശരി ശരി, വാടാ, നമുക്ക് സൈക്കിൾ ഓടിക്കാം. തോൽവി ഒന്ന് ഇറങ്ങി തരുമോ? ദാ, നിന്റെ സൈക്കിൾ അതല്ലേ? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. ചേച്ചി ഒന്ന് വേഗം ഇറങ്ങ് പ്ലീസ്. എടാ, ഒരു റൗണ്ടും കൂടി. ഞാനും ഉണ്ട്. ഞാൻ ഓടിക്കാം, വേണമെങ്കിൽ പറഞ്ഞിരുന്നോ? ഓക്കേ. അപ്പൊ ഞാനോ? നീ ഉണ്ണിക്കുട്ടന്റെ കൂടെ കൂടിക്കോ. വേഗം കയറിയിട്. ഞാൻ റെഡി, പോവാ. ശരിക്കും പിടിച്ചിരുന്നേ. എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. എനിക്ക് ഇപ്പൊ പാടണം. ഞാൻ പാടും. പാടിക്കോ പാടിക്കോ പാടിക്കോ. വട്ടി കാണിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങള് പട്ടാണി വിൽക്കണ പിള്ളാരാണ്. ആലപ്പുഴക്കാരൻ കോരപ്പൻ സായി കൊപ്പാരപ്പൻ തിന്നപ്പ പല്ല് പോയേ. വല്ലും കൊണ്ട ചാമ്പാലത്തെ കേറി വാലും തെറ്റി പുള്ളി തോട്ടിപ്പോയേ. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പം ചുട്ടിലെ കാക്കയും കൊത്തിലെ കടലിലും പോയില്ല. മാതാവിൻ കൊല്ലത്ത് പോയി.